അങ്ങനെ ഇന്ന് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡെക്കിനെ ക്രോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി എന്താ പറയണ്ടേ, കുറച്ച് ദിവസങ്ങൾ എടുത്തു എന്ന് വേണം പറയാൻ സാധിക്കും. ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇതായി ഈ ലെവലിൽ ഉണ്ടായി, ഈ ലെവലിൽ വന്നിട്ട് ആ റെസിസ്റ്റൻറ്റ് ലെവലിൽ കയറിയതിന് ശേഷം നിഫ്റ്റി ഒന്ന് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് ബ്രേക്കൗട്ട് എടുത്ത് കയറിപ്പോയി. ഇതെല്ലാം ഫൈനാണ്. നമ്മൾ 2-3 കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് RSI ആണ്. RSI ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ നിങ്ങൾ നോക്കൂ, RSI ഈ ലെവലിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു കൺസേൺ ഇതാണ്. ഈ ലെവലിൽ നിന്നും പ്രൈസ് ഈ ലെവൽ വരെ എത്തി. ഈ ലെവലെന്ന് പറയുന്നത് 23,407 നിന്നും പ്രൈസ് ഇന്നത്തെ ഹയസ്റ്റ് ഫെയർ 24,47 വരെ എത്തിയെങ്കിലും മൊമൻറ്റത്തിൽ അത് കാണുന്നില്ല. ദാറ്റ്സ് വൺ കൺസേൺ. കണ്ട, മൊമൻറ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ 67 നിന്നും മൊമൻറ്റം ഇപ്പോഴും 67.91 നിന്നും മൊമൻറ്റം 67.36 ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് മൊമൻറ്റം ഇപ്പോഴും പ്രൈസ് കയറിയ ഒരു സംതിങ് അറൗണ്ട് ഒരു 600 പോയിൻറ്റ് മൊമൻറ്റത്തെ റിഫ്ലക്ഷൻ ഇല്ലെന്ന് പറയുന്നത് ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് ബിഗ് കൺസേൺ. 4 hours സ്ട്രക്ചർ നമുക്ക് നോക്കാം. 4 hours-ലും ദിസ് ഇഷ്യൂ 4 hours-ലും സെയിം ഇഷ്യൂ നമ്മൾ പെർട്ടൈൻ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഭയങ്കര ബജറ്റ് ആയിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകളായിരിക്കാം മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നൊരു കാര്യം. സോ ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് കൺസേൺ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് വോളിയം ഉണ്ടോ എന്ന് നോക്കാം. കമ്പാരിറ്റീവ്ലി വോളിയം ഉണ്ട്. നമുക്ക് തൽക്കാലം RSI നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. സോ നമുക്ക് കുറച്ചുകൂടെ വോളിയം ചാർട്ട് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ നോക്കൂ നിങ്ങൾ, ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ, ഇറ്റ്സ് ബെറ്റർ വോളിയം. കഴിഞ്ഞ 1, 2, 3 ദിവസത്തെക്കാളും കൂടുതൽ വോളിയമാണെന്ന് സംഭവിച്ചത്. ഇന്നത്തെ ക്യാൻഡിൽ കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ മൊമൻറ്റത്തിൻ്റെ വീക്ക്നെസ് പറഞ്ഞാലും പ്ലസ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാലും, ഒന്ന് ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ 23.8.2 ആണെങ്കിൽ 23.72 വരെ പോയി താഴെ. സോ സംതിങ് അറൗണ്ട് ഒരു 20 പോയിൻറ്റ് താഴെ പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 23,000 ചില്ലറയിൽ 20 പോയിൻറ്റ് ഈസ് നത്തിങ്. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2 ways ഹൈ ആണ്. 24,061 രൂപ ഹൈ വന്നെങ്കിൽ 24,044 ക്ലോസ് എന്ന് പറയുന്നത് എക്സലൻറ്റ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അത് ഓൾറെഡി ഇന്ന് ബ്രേക്കൗട്ടാണ് കൊടുത്തത്. ഇന്ന് ബ്രേക്കൗട്ട് കൊടുത്താണ് ക്ലോസ് ചെയ്തത്. ഇനി മുമ്പോട്ട് എങ്ങനെ പോകും? ഇനി ഇത് വീണ്ടും മുകളിലേക്ക് പോവുക, തിരിച്ച് പുൾ ബാക്കിലേക്ക് വരുമ്പോൾ പുൾ ബാക്ക് വന്നിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടേ മേളിൽ പോകത്തുള്ളൂ. ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് CNX-ലേക്ക് പോകാം. ഇന്നത്തെ പ്രത്യേകത നോക്കൂ, നിഫ്റ്റിയുടെ സിബ്ലിങ്സ് ആണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും രണ്ടും ശരിക്ക് നേരെ താഴത്തേക്ക് പോയി മീൻ റിവേഴ്ഷനിലേക്ക് പോയെന്ന് പറയാം. എക്സലൻറ്റ് മീൻ റിവേഴ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. നോക്കൂ, MA10 നിന്നും പോയതിനു ശേഷം തിരിച്ച് പോയി ഇന്നാണ് മീൻ റിവേഴ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ലെവലിൽ വന്നിരിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു 3 days ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലെവലിൽ എത്തിയതിനു ശേഷം പക്കാ മീൻ റിവേഴ്ഷനിലേക്ക് ആ സെക്ടർ പോയി. ബേസിക്കലി മീൻ റിവേഴ്ഷനിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബേസിക്കലി മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നല്ല ശോന ആൾക്കാരുടെ കയ്യിലുള്ള സ്മോൾ ക്യാപ്പുകളോ ഒന്നും എല്ലാം റെഡിലായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഇന്ന് മീൻ റിവേഴ്ഷൻ ഈ ലെവലിൽ വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വലിയൊരു വിക്ക് ഫോം ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. സോ മീൻ റിവേഴ്ഷൻ ഡെയിലിയിൽ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് എന്താ പറയണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് പല സ്റ്റോക്കുകളും സ്മോൾ ക്യാപ്പ് എല്ലാം താഴെ പോയത്. ഇവൻ 4 hours നോക്കാമെങ്കിൽ മീൻ റിവേഴ്ഷൻ 4 hours കഴിഞ്ഞിട്ട് താഴെ പോയി. 4 hours മൂവിങ് ആവറേജ് 10-ന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 10-നോടൊപ്പം ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള ഇത്രയും ഈ ലെവൽ നോക്കാമെങ്കിൽ സംതിങ് ലൈക്ക് ഈ ലെവൽ മുതൽ വെനസ്ഡേ മുതൽ 3 ദിവസത്തെ സ്മോൾ ക്യാപ്പിൻ്റെ അനാലിസിസ് നടത്തിയാൽ സ്റ്റോക്കുകളൊക്കെ നല്ല ശതമാനം താഴെയാണെന്നറിയാൻ പറ്റും. ഇത് ഒരു സിബ്ലിങ്. അടുത്ത സിബ്ലിങ്ങിനെ നമുക്കൊന്ന് എടുക്കാം. അടുത്ത സിബ്ലിങ് നിങ്ങളൊന്ന് നോക്കും. മീൻ റിവേഴ്ഷൻ ഇവിടെ ഇത് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് വന്ന് 1, 2, 3, 4, 5, 6, 7, 8 ഇന്നാണ് ക്യാൻഡിൽ ടച്ച് ചെയ്യുന്നത്. MA10 ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി കയറിപ്പോയെങ്കിൽ പോലും നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഡൈവേർജൻസിലാണ്. കാര്യം മീൻ റിവേഴ്ഷൻ പക്കാ മീൻ റിവേഴ്ഷനാണ് സംഭവിച്ചത്. നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ നമുക്ക് അനലൈസ് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ എടുത്ത് നോക്കിയുള്ളൂ. നല്ല സാധനം സ്റ്റോക്ക് ഇന്ന് കറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. വാല്യൂ കറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും പ്രൈസ് കറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് അത്. ആ ഒരു പോയിന്റ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. എപ്പോഴും നിഫ്റ്റി കയറുന്നതുകൊണ്ട് സ്റ്റോക്കെല്ലാം കയറുമെന്നോ നിഫ്റ്റി ഇറങ്ങേണ്ട എല്ലാ സ്റ്റോക്കും ഇറങ്ങുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിന്റ് നിങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിച്ചത്. സോ ഇതാണ് നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ച കാര്യം. മിക്ക ആൾക്കാരും ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും, എന്തുകൊണ്ട് നിഫ്റ്റി കയറിയിട്ട് എൻ്റെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്കെല്ലാം നഷ്ടത്തിലാണെന്ന് തോന്നുന്ന കാര്യം. പക്കാ ഇൻട്രസ്റ്റ് ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നിഫ്റ്റി സിബ്ലിങ്സ് വർക്ക് ചെയ്തത്.